Salam Rocky Bhai. Salam Rocky Bhai. Rocky Bhai. തിരുവനന്തപുരത്തിന്റെ സ്വന്തം റോക്കി ബായ് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ട് ബിഗ് ബോസിലെ സൂപ്പർ സ്റ്റാർ കണ്ടസ്റ്റന്റ് റോക്കി ബായുടെ റോക്കിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തിറങ്ങി. ഞാൻ അറിഞ്ഞത് വെച്ച് ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ അണ്ണൻ ഏതാണ്ട് 1.5 ലക്ഷം രൂപയൊക്കെ ചോദിച്ചെന്നൊക്കെ അറിഞ്ഞത്. ഇതിപ്പോ ഒരു ഇന്റർവ്യൂ എന്തായാലും വന്നിട്ടുണ്ട്. അവർ 1.5 ലക്ഷം രൂപ കൊടുത്തതൊന്നും ഇല്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. അവരോട് അങ്ങോട്ട് ചോദിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടാ. ഞാൻ കേട്ടതാണ്, സത്യമാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ കേട്ട് ഇങ്ങനെ പറഞ്ഞ് പാടി എത്തിയതാണ് എന്റെ അടുക്കലും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു എന്നൊക്കെ പറയുന്നു. ദൈവത്തിന് അറിയാം, ചിലപ്പോൾ സത്യമായിരിക്കണമെന്നൊന്നുമില്ല. റോക്കി ബായ് അത്ര സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ റോക്കി ബായിയോട് കാലൊക്കെ പിടിച്ചു, റോക്കി ബായ് ഒരു ഇന്റർവ്യൂ റോക്കി ബായ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അണ്ണൻ വന്നിരുന്നത്. എന്തായാലും ആ റോക്കി ബായുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, എന്റെ മക്കളെ, അതാണ് ഇന്റർവ്യൂ. അണ്ണനെ പോലെ ഇന്റർവ്യൂ കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. അയ്യോ, അത് ഗംഭീരം. ഞാൻ വിചാരിച്ചു തിരിച്ചു പോരാൻ നേരത്ത് ചാനലൊക്കെ അണ്ണൻ മേടിച്ചോണ്ടേ പോരത്തുള്ളായിരിക്കും എന്ന്. പക്ഷെ എന്തായാലും അവരത് കൊടുത്തില്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇന്റർവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്റർവ്യൂ നടന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു മീഡിയയിലാണ്, ഒരു ഓൺലൈൻ മീഡിയയിലാണ് വന്നിരിക്കുന്ന ഇന്റർവ്യൂ. അപ്പം ഫസ്റ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണ്, നിങ്ങളുടെ വീഡിയോയുടെ കുഞ്ഞു ക്ലിപ്സ് ഞാൻ എടുക്കുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് പണിയൊന്നും തരരുത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ ആ ഇന്റർവ്യൂ എടുക്കാനായിട്ട് നമ്മളൊരു ആങ്കറെ കൊണ്ട് നമ്മൾ ഇരുത്തും. അപ്പൊ ആ ആങ്കറിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ആങ്കറാണ് റോഹൻ എന്ന് പറയുന്ന വ്യക്തി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് അറിയാം. അപ്പൊ എന്തായാലും റോഹൻ അടിപൊളിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് റോക്കിയെ ഇന്റർവ്യൂ നടത്താൻ നിങ്ങളൊരു ഐറ്റത്തിനെ കൊണ്ട് അവിടെ ഇരുത്തി. ആ ഐറ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവരക്കേടാണോ എനിക്ക് അറിയാൻ പാടില്ല. അതിന്റെ കൂടെ ഇപ്പൊ ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്, ഒരു ഇന്റർവ്യൂവിന് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ അവര് രണ്ടുപേര്, ഈ ഇന്റർവ്യൂവറിന്റെ കൂടെ തന്നെ വേറെ 2 പേര് ഇരിപ്പുണ്ട് സൈഡിൽ, അവരും ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ആങ്കർ, ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ഒരാള് ആ ഇന്റർവ്യൂ ആരാണോ തരുന്നത്, ഇപ്പൊ റോക്കി ബായ് ഇന്റർവ്യൂ തരാൻ വന്നു. അപ്പൊ റോക്കി ബായിയെ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ചോദിച്ച് ടാക്കിൾ ചെയ്യാം, എന്താന്ന് വെച്ചാൽ ചെയ്തു. ഒരിക്കലും കളിയാക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല, യുവർ വിഷ്, നിങ്ങൾ ചെയ്തോ. പക്ഷെ നിങ്ങളുടെ കൂടെ അവിടെ ഇരിക്കുന്നവരെ ഇത്രയും പുച്ഛിക്കുന്ന ഒരു ആങ്കറെ ഞാൻ വേറെ കണ്ടിട്ടില്ല, സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. സോ ഇത്രയ്ക്കും അഹങ്കാരവും ഇത്രയും വിവരക്കേടുകളും കൊണ്ട് നിറഞ്ഞ ഒരു ആങ്കറിനെ ഒരിക്കലും പിടിച്ചിരുത്തരുത് എന്നുള്ളൊരു താഴ്മയായ അപേക്ഷ എനിക്കുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൈക്കൊള്ളുക, ഇല്ലെങ്കിൽ വിട്ട് കളയാ, നിങ്ങളുടെ ഇഷ്ടം വാട്ടവർ. പക്ഷെ എനിക്ക് പറയാൻ തോന്നി, എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഉള്ള കാര്യം പറഞ്ഞതാണ്. ജനങ്ങൾക്കൊരു, എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും ഈ ഇന്റർവ്യൂ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നിങ്ങളെ പാർട്സ് കാണിച്ചു തരാം, ക്ലിപ്സ് കാണിച്ചു തരാം, പാർട്സ് എന്ന്. അപ്പൊ ഈ ക്ലിപ്സ് കണ്ടിട്ട് നിങ്ങളൊന്ന് പറ, അതായത് ഇന്റർവ്യൂ എടുക്കുന്ന ചേച്ചി സൂപ്പർ ആണോ അതോ സൂപ്പർ അല്ലയോ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ക്ലിപ്പിലോട്ട് ഇനി അങ്ങോട്ട് പോകാം. ഇത് അങ്ങോട്ട് കണ്ടു തുടങ്ങിക്കോ, പൂരപ്പാട്ട് അങ്ങോട്ട് തുടങ്ങാം നമുക്ക്. പക്ഷേ അല്ല, നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ പറയുന്ന പോലെ ഈ 16 ദിവസം ഉപയോഗിച്ച കുപ്പി 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അത് ഫുൾ ആയിട്ട് എന്റെ പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്റെ വാല്യൂ, അതായത് ഞാൻ 6 വർഷം കാത്തിരുന്ന ഷോയിൽ പോയതാണ്. ഓക്കെ, ഞാൻ അവസാനത്തെ 6 മാസം 100% ഡെഡിക്കേഷനിലാണ് ഞാൻ ആ ഷോയിൽ നിന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ 16 ദിവസം അവിടെ നിന്നുള്ളൂ. അവിടെ നിന്ന് എനിക്ക് ആകെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴികാട്ടി എന്നുള്ള ഒരു മൊമെന്റോയും ഈ ഒരു കുപ്പി മാത്രമാണ്, ഈ ബോട്ടിൽ. ആ ബോട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി എങ്ങനെയോ അവർ പാക്ക് ചെയ്തപ്പോൾ അതിനകത്ത് പെട്ടതാണ്. ബാക്കിയുള്ള ആർക്കും ബോട്ടിൽ കൊടുത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ ബോട്ടിൽ അതിനകത്ത് പെട്ടു. അപ്പോൾ ആ ബോട്ടിൽ ഞാൻ നെവർ ഗീവ് അപ്പ് എന്നും അതുപോലെ തന്നെ റോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവം, അത് ഹ്യൂമൻ ഫേസ് ഒക്കെ വെച്ച് കുറച്ച് ക്യൂട്ടസ് ഒക്കെ വെച്ച് വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് കാണുമ്പോഴത്തേക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ ഒരു ബോട്ടിൽ അവിടെ അതിനകത്തുണ്ടായിരുന്നപ്പോൾ. അപ്പോൾ ആ ബോട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിന്റെ വാല്യൂ, നമ്മൾ ചില കാര്യങ്ങൾ പറയാം. എൻ്റെ അപ്പൻ്റെ കാലം കൂടാ ഞാൻ 10 ലക്ഷം 1 കോടി കൊട്ടിയാലും കൊടുക്കില്ല, കാര്യം എൻ്റെ അപ്പൻ്റെ ഓർമ്മയാണത്, അത് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞത്. 10 ലക്ഷം രൂപ പറഞ്ഞാലും ഞാനത് കൊടുക്കത്തില്ല. ഓക്കെ, അപ്പൊ അണ്ണൻ ഒരു വീഡിയോ നമ്മളെല്ലാരും കണ്ടതാണ്. അപ്പൊ ആ വീഡിയോയിൽ അണ്ണൻ പറയുന്നത് 10 ലക്ഷം രൂപ തന്നാലും അണ്ണന്റെ കുപ്പി അണ്ണൻ കൊടുക്കത്തില്ല. അണ്ണൻ മറ്റേ ചുപ്ലിച്ച് മറ്റേ തുപ്പലൊക്കെ ആക്കിയ ആ ഒരു ബോട്ടില് അണ്ണൻ 10 ലക്ഷം രൂപ തന്നാലും കൊടുക്കത്തില്ല എന്നാണ് അണ്ണൻ പറഞ്ഞതെന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം അണ്ണൻ എന്താണ് പറഞ്ഞത്, എന്നിട്ടേ ഈ ബാക്കി ഇന്റർവ്യൂ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് അറിയണമല്ലോ നമ്മൾ പൊട്ടന്മാരാണോ അതോ അണ്ണൻ ഭയങ്കര നോക്കാം നമുക്കൊന്ന്, എന്നിട്ട് നമുക്ക് ബാക്കി ഇനി ഇന്റർവ്യൂ കാണാവേ. ഹലോ, ഹായ്. ഞാൻ നിങ്ങൾ അടുത്തൊരു കാര്യം കാണിച്ചു തരാം. ഇതെന്താണെന്ന് അറിയോ? ഒരു വാട്ടർ ബോട്ടിലാണ്, റോക്കിന്ന് എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുമല്ലോ.
അതുപോലെ തന്നെ ഇതിലൊരു ബുള്ളുണ്ട്, ഇതിൽ ലയനുണ്ട്, ഇതിൽ ഹ്യൂമനുണ്ട്, ഇതിൽ ഈഗിളുണ്ട്, ഇതിൽ സ്നേക്കുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെവർ ബാക്ക് ഡൗൺ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും ശരി, നമ്മൾ മൂവ് ഫോർവേഡ് അല്ലേ. പിന്നെ ഇതിൽ ഡബിൾ ഫേസസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ്റെ തന്നെ 3 ഡബിൾ ഫേസസ്. ചിരിക്കുന്ന ഡബിള്, അതുപോലെ ദേഷ്യപ്പെടുന്ന ഡബിള്, സങ്കടപ്പെട്ടിരിക്കുന്ന ഡബിൾ. വേറൊന്നുമല്ല, ഞാനിപ്പം വന്നത് ഞാൻ ഈ ബോട്ടിൽ അങ്ങ് കൊടുക്കാൻ പോകണമെന്ന് ഞാൻ ചുമ്മാ ഒന്നുമല്ല. ഞാനൊരു 10 ലക്ഷം രൂപയ്ക്ക് ഈ വാട്ടർ ബോട്ടിൽ കൊടുക്കും. ഇത് റോക്കി 16 ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ്. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് 10 ലക്ഷം രൂപ. അപ്പൊ അണ്ണൻ പറയുന്നത് നിങ്ങളൊക്കെ കേട്ടല്ലോ. എനിക്ക് മാത്രം തോന്നിയതാണോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അണ്ണൻ പറയുന്നത് 10 ലക്ഷം രൂപയാണ് അണ്ണൻ ആ ബോട്ടിൽ ഇട്ടിരിക്കുന്ന വില. അത് കിട്ടി അണ്ണൻ കൊടുക്കും എന്ന് തന്നെയല്ലേ അണ്ണൻ പറഞ്ഞത്? പിന്നെ അണ്ണൻ ആ ഇന്റർവ്യൂവിൽ ഇരുന്ന് വേറെന്തോ വർത്താനമാണല്ലോ പറയുന്നത്. അണ്ണ എന്നാ പറ്റി? അണ്ണ അറ്റ്ലീസ്റ്റ് അവിടെ വന്നിരുന്ന് തള്ളുമ്പത്തേക്ക് ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന വീഡിയോ വന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക അണ്ണ, എന്നിട്ട് വന്നിരുന്ന് തള്ളുക. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കിടക്ക് നാട്ടുകാർ പിടിക്കും. വന്നിരുന്ന് ഇനിയിപ്പോ ബാക്കി ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണണോ? അല്ല, ഞാൻ അറിയാൻ പാടില്ല. ഇവ കള്ളനാണെന്നത് ഇവിടുന്ന് തന്നെ തെളിയുമല്ലോ. ഇതവന് ഞാൻ ഇട്ടിരിക്കുന്ന ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ക്യാപ്ഷനും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എനിവൺ വാണ്ട് മൈ വാട്ടർ ബോട്ടിൽ വർത്ത് 10 lakh rupees. ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടാണ് അവൻ ആ കഥയും പറയുന്നത്. എന്നിട്ട് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നത്, നമ്മൾ തെറ്റിദ്ധരിച്ചു, ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന്. റോക്കി ബായ്, താൻ എടാ എന്താണോ തന്നോടൊക്കെ പറയണ്ടേ? തന്നോട് എന്നാ പറയണ്ടേ? താൻ മണ്ടത്തരം കാണിച്ചു, പിന്നെ മണ്ടത്തരം കാണിച്ചു, പിന്നെ 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 മണ്ടത്തരം കാണിക്കുന്നു. എന്താണോ ഇത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. ചുമ്മാതാണോ തന്നെ നാട്ടുകാരെടുത്തിട്ട് കൊടുക്കുന്നത്? അല്ല, താൻ തന്നെ പറ. താൻ തന്നെ പോയി തന്റെ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. താൻ ഇട്ടിരിക്കുന്ന വീഡിയോ, താൻ അതിനകത്ത് എന്നാ പറയുന്നതെന്ന് കേക്ക്. ചെവി കൊണ്ട് കേക്ക്, ചെവി കൊണ്ട്. വേറെ ഭാഗം കൊണ്ട് കേൾക്കാൻ നിൽക്കരുത്, ചെവി കൊണ്ട് കേക്ക്. കേട്ടോ? നല്ല നല്ല രീതിയിൽ ഇരുന്ന് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കണം. എന്നിട്ട് അങ്ങോട്ട് നോക്കണം. കേട്ടോ അണ്ണ? അപ്പൊ അണ്ണന് മനസ്സിലാവും അണ്ണൻ എന്ത് നോക്കണമെന്നല്ല, കേൾക്കണം. അപ്പൊ അണ്ണന് മനസ്സിലാവും എന്താണ് അണ്ണൻ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. ചുമ്മാ വന്നിരുന്ന ഇന്റർവ്യൂവിൽ ഇരുന്ന് തള്ളരുത്. ആ ഇന്റർവ്യൂവിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു സുന്ദരി ചേച്ചി വലിയ ഇതില്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ ചൊറിയാനേ ചേച്ചിക്ക് അറിയത്തുള്ളൂ. ഇങ്ങനത്തെ അങ്ങോട്ട് ഇട്ട് തരുമോ പിടിക്കാൻ പറഞ്ഞ്? അതിനൊന്നും ചേച്ചിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചേച്ചി സൂപ്പറാ, ചേച്ചി സൂപ്പർ, ചേച്ചിയാണ് ഹീറോയിൻ ഈ ഇന്റർവ്യൂവിന്റെ. എന്റെ മോനെ, നമുക്ക് ബാക്കി അങ്ങോട്ട് കണ്ടാലോ? ഇന്റർവ്യൂ ബാക്കിയിലോട്ട് പോവാം. കണ്ണാടി വെക്കട്ടെ. റോക്കി ബായുടെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ കണ്ണാടി വെക്കണമെന്നാണ് പറയുന്നത്. കാരണം ഒരു വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ശരി, ഇന്റർവ്യൂവിന് പോകണമെങ്കിലും ശരി, റോക്കി ബായ്ക്ക് കണ്ണാടി വേണം. ഇപ്പൊ റോക്കി ബായുടെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഒടിഞ്ഞതാണെങ്കിലും എന്റെ ക്ലാസ് ഞാൻ വെക്കും. അത് വേറെ കാര്യം മക്കളെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇന്റർവ്യൂവിലോട്ട് പോവാം. ഞാനിത് തരത്തില്ല, എനിക്ക് അത്ര വാല്യൂ. ഞാനൊരു കമ്പാരിസൺ ചെയ്തതാണ്, മനസ്സിലായോ? ഇതിനെയും അതിനാ ഇപ്പം എന്തോ പറയാം, ഫുള്ളായിട്ടൊരു കാര്യം കേൾക്കാണ്ട് ആദ്യം പറഞ്ഞത് കേട്ടിട്ട് അതിനെ മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ റീൽസ് ആക്കി റോക്കി 10 ലക്ഷം രൂപയ്ക്ക്. എനിക്കെന്താ അത്രയ്ക്ക് ബുദ്ധിയില്ലേ? അണ്ണന് ബുദ്ധി ഇല്ല. അണ്ണൻ വീണ്ടും ഇതാണോ വന്നിരുന്ന് പറയുന്നത്? കട്ട് ചെയ്തിട്ട് ഞങ്ങൾ എടോ പൊട്ട, എടോ മണ്ടബുദ്ധി. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ താൻ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് അതാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്തത്. അത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അണ്ണൻ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ എടുത്ത് ഔട്ടൊക്കെ വന്ന് ജനങ്ങൾ 10 പേര് കാണുമ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാം. ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട്. ഇത് വേറെ ആരും അല്ല ഇട്ടിരിക്കുന്ന അണ്ണ, അണ്ണൻ തന്നെ അണ്ണന്റെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന അണ്ണ. എന്താണ് അണ്ണന് പറ്റിയത്? സോമനമുത്സവം വന്നോ അണ്ണ? സോമനമുത്സവം അല്ല, എനിക്ക് അറിയാൻ പാടില്ല. പൊന്നണ്ണ, റോക്കി അണ്ണ ഒന്നും ചെയ്യല്ലേ അണ്ണ. നമ്മളുള്ള കാര്യം കണ്ടതങ്ങ് പറഞ്ഞതന്നെ ഉള്ള അണ്ണ. അണ്ണ ഒന്നും കേട്ടാ, ഒന്നും ചെയ്യല്ലേ അണ്ണ. ഞാൻ കണ്ട കാര്യം ഒന്ന് ക്ഷമിക്കുക കേട്ടോ അണ്ണ. നമുക്ക് ബാക്കി കണ്ടാലോ? തല്ലിയിട്ട് ആ ഇവക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് തൊപ്പിയൊക്കെ വെച്ച് തരുന്നു, പൂക്കളുടെ തൊപ്പി, മാലയിടുന്നു. സിജോയെ തല്ലിയിട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അയ്യോ, നമ്മള് ലൈവിൽ കണ്ട കാര്യങ്ങളല്ലേ, ആക്ഷന്റെ ഭാഗമായിട്ടുണ്ടായ സിജോന്റെ തല്ലിയ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ അത് ശരിക്കും സിജോ പ്രൊവോക്ക് ചെയ്തോണ്ട് കൂടിയിട്ടാണ്. അതിൽ ഞാൻ ഇപ്പൊ റോക്കിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ അങ്ങോട്ട് തല്ലി അല്ലെങ്കിൽ അങ്ങോട്ട് അല്ല, പ്രൊവോക്ക് ചെയ്താൽ എല്ലാരും നമുക്ക് തല്ലാൻ പറ്റുമോ? അപ്പോ ആ 2 കുട്ടികൾ സൈഡിൽ ഇരിക്കുന്ന കണ്ടല്ലോ, അവരാണ് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ അവരെ 2 പേരെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അവർക്കിടയ്ക്ക് സംസാരിക്കാമെന്നാണ് എന്റെ ഒരു വിശ്വാസം, ഈ ചലഞ്ചേഴ്സ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക്. അപ്പൊ അവര് നമ്മുടെ ഈ ചേച്ചി അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അവര് കയറി അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. സംഗതി വേറൊന്നുമല്ല, അവര് പറഞ്ഞതിനകത്ത് തന്നെയാണ്. ഞാനും അവര് പറഞ്ഞതിനോട് ഒരു പരിധി വരെ ഒരു 80% ഞാൻ അവര് പറയുന്നതിനോട് യോജിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ചുമ്മാതിരുന്ന റോക്കിയുടെ താഴത്ത് മറ്റേ താടിയേൽ ഇങ്ങനെ പോയി പിടിച്ച് കളിച്ചപ്പോഴത്തേക്ക് എന്നാ ഇടിക്കടാ നീ ഇടിക്കടാ എന്ന് പറഞ്ഞോണ്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ ആരാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, താനാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ഞാൻ ആ ചേച്ചിയോടാട്ടോ ചോദിക്കുന്നത്, എന്ത് ചെയ്യും നിങ്ങൾ? എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? കൊട്ടിക്കും മോന്ത കിട്ടണം ഇല്ലേ? ഞാനാണെങ്കിൽ അത് ചെയ്യത്തുള്ളൂ. ഉള്ള കാര്യം പറയാ. ചുമ്മാ ഇരിക്കുന്ന എന്റെ അടുക്ക് വന്നിട്ട് താടിയെ തട്ടി ഇടിക്കടാ എന്ന് പറഞ്ഞോണ്ട് എന്ന് കഴിഞ്ഞാൽ എന്നാ ചെയ്യും? നമ്മള് വെച്ച് താങ്ങി കൊടുക്കും. റോക്കിയുടെ കാര്യത്തിൽ അതിനകത്ത് കാരണം റോക്കിയുടെ കാര്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ തൊട്ടപ്പൻ റോക്കി ഇടിച്ചത് മാത്രമല്ല, അതിന്റെ മുമ്പത്തെ മറ്റേ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ ഒന്ന് കൊടുത്ത് വിടുന്നുണ്ട്. അങ്ങനൊക്കെ നിന്റെ അടുത്ത് ചൊറഞ്ഞോടോ നീ ഇടിക്കുന്നുണ്ട്, എന്താ ഇടിക്കാതെ ഇച്ചു കൊടുക്കണ്ടേ എന്നൊരു സാധനം ലാലേട്ടൻ തന്നെ നമ്മളവിടെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ചെറുക്കൻ എന്താ വിചാരിച്ചോ? ലാലേട്ടനും പറഞ്ഞു, പിന്നെ ഇവനെന്നെ കുറെ ഇട്ട് ചൊറയുന്നു. പുറത്ത് നാട്ടുകാരെന്ത് വിചാരിക്കും? ഞാനെന്താ കൈയില്ലാത്തവണോ എന്ന് വിചാരിക്കത്തില്ല. അവൻ അങ്ങനെ തോന്നി കാണത്തില്ല. അവൻ വെച്ച് കീറി കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അത് ഒരു പെർസ്പെക്റ്റീവ്, ഒരൊറ്റ പെർസ്പെക്റ്റീവ്. ഇനിയും ഇത് നടന്നത് അതിനാ ഉള്ളില, പുറത്താണെങ്കിൽ ഓക്കെ. ഇതിന്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൊവോക്കേഷൻ നടക്കും. ഇടി പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സീനാകും, പുറത്തു പോകും എന്നൊരു കാര്യം ഈ അണ്ണനൊന്ന് ആലോചിക്കണമായിരുന്നു. റോക്കി അണ്ണന്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 80% വരെയും അണ്ണന്റെ സൈഡിൽ ഉണ്ട് ഒരു ശരി. ബാക്കി 20% നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, അതായത് ഒരു ഗെയിമാണ്, അവിടെ പ്രൊവോക്കേഷൻ ഉണ്ട്, ഇവനത് മനസ്സിലാക്കി നിൽക്കണം എന്നുള്ളൊരു സാധനം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് അവൻ ചെയ്തത് തെറ്റാ. മനസ്സിലായില്ലേ? അപ്പം റോക്കിയെ മാത്രം, ഞാൻ ഇതിനകത്ത് റോക്കിയെ മാത്രം കുറ്റം പറയത്തില്ല. മറ്റേ ഐറ്റം ഉണ്ടല്ലോ, എന്താണ് കാട്ടുതീയ, കൈവാഴത്തീയ, ആ മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ വാഴയുടെ ഇടയിൽ കൂടെ ഓടി കിടക്കുന്ന മറ്റേ കാട്ടുതീ, അങ്ങനത്തെ ഒരു കാട്ടുതീ ഇല്ലേ? അപ്പൊ ആ ഒരു കാട്ടുതീയോടാണ്. കാട്ടുതീയുടെ കയ്യിലുള്ള തെറ്റ് തന്നെ. കാട്ടുതീയുടെ ഉള്ള തെറ്റെന്ന് പറയാൻ പറ്റില്ല, കാട്ടുതീടയിലാണ് ഫസ്റ്റ് തെറ്റ്. ചുമ്മാ പോയി എന്തിനാ അവരെ താടിയലും പിടിയലും ഒക്കെ പിടിച്ചിട്ട് മറ്റേ ആട്ടാനൊക്കെ പോയത്? ഇവൻ തുടരുതായിരുന്നു. നിങ്ങൾ ആരും അതിനെപ്പറ്റി ഒരാളും അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലെങ്കിലും. കാരണം എന്തിനാ അവന്റെ താടിയെ പോയി തൊട്ടു? അവന്റെ ദേഹത്ത് തൊടാതെ അവനെ നിന്ന് പ്രൊവോക്ക് ചെയ്യായിരുന്നല്ലോ, അത് ചെയ്തില്ലല്ലോ. അവന്റെ താടിയെ തടവി ചെന്നു, വെച്ച് കീറി കൊടുത്തു, അത്രേ ഉള്ളൂ. അനുഭവിക്ക്, മോന്തയൊക്കെ പോട്ടെ, നിന്റെ അത്രേ ഉള്ളൂ. നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാത്രം എനിക്ക് പിടിച്ചില്ല കേട്ടോ, ഞാൻ റിയാക്ട് ചെയ്തായിരുന്നു. ഇനി ഞാനത് ഇവിടെ കൊണ്ടുവരുന്നൊന്നുമില്ല. പറയുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോഴൊക്കെ നോക്കിയും കണ്ടും കേട്ടാ. നമ്മളളിയാ സർക്കാസ്റ്റിക് ആയിട്ട് അളിയാ, നമ്മളൊന്നും ചെയ്യല്ലേ, കട്ടത്തി കത്തിക്കുമോ നമ്മൾ എന്റെ അണ്ണ. അത് മറ്റേ വലിയൊരു ടീമുണ്ട്, ആ ടീമൊക്കെ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരുണ്ടോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നടാ മറ്റേ ടീം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരാളുടെ കാര്യം പറയത്തില്ലേ, അയാളെ നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ അയാള് നിന്നെ അങ്ങ് മൂക്കി കയറ്റത്തില്ലേടാന്നൊക്കെ ചോദിച്ചു. അയ്യോ എന്നെ മൂക്കിലൊന്നും കേറ്റല്ലേ, അയ്യോ എനിക്ക് പേടിയാ, അങ്ങനെ ചെയ്യല്ലേ. നമുക്ക് ബാക്കി വീഡിയോ കാണാം. അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്തെ സ്പർശിക്കാൻ ഒരാൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ ആളെ തല്ലു. നിങ്ങൾക്ക് പരാതി കൊടുക്കാം, ബിഗ് ബോസിന് നിങ്ങൾക്ക് പരാതി ചെയ്യാമായിരുന്നു. ബിഗ് ബോസിന് എവിടെ പരാതി ചെയ്യാൻ? അവിടെ അതോറിറ്റീസ് ഇല്ല. ഇല്ലല്ല, അങ്ങനെ സ്വയം മാന്തി പറയുന്നു. പിന്നെ എങ്ങനെ അയാൾ പരാതി കൊടുത്തത്? സ്വയം മാന്തിട്ട് എന്ന് പരാതി കൊടുത്തു. അതാണ് പോയിന്റ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തർക്കിക്കാനാണോ എന്നെ പ്രൊവോക്ക് ചെയ്യാനാണോ എങ്കിൽ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രൊവോക്ക് ആവില്ല. ഞങ്ങളുടെ ആളെയല്ല. എന്റെ ലൈഫിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. അല്ല, ഞാൻ പണ്ടേ നല്ല മെച്ചൂരിറ്റിയാ. പണ്ട് നല്ല മെച്ചൂരിറ്റിയാ ചേച്ചി. എന്താ ചേച്ചി ചോദിക്കുന്ന? പണ്ട് മെച്ചൂരിറ്റി അല്ലേ? ഞാൻ അങ്ങനെ പ്രൊവോക്ക് ആവുന്ന ആളൊന്നും അല്ലാന്ന് പറയുന്നില്ലേ, പിന്നെ എന്തിനാ പിന്നെ അത് ചോദിക്കാൻ ചെല്ലുന്നേ? ആവശ്യമില്ലാത്ത ഓരോ ചോദ്യം കൊണ്ട് ചേച്ചി ഇറങ്ങിക്കോളും. നാട്ടുകാരുടെ ഫ്രണ്ട് പിന്നെ നാട്ടിക്കോ റോക്കി പയ്യ? നാട്ടിക്കോ നിങ്ങള്? എനിക്ക് അറിയാൻ പാടില്ല. പാവം മനുഷ്യൻ ഒന്നാമതായിട്ട് വിയർത്ത് കുളിച്ച് AC ഇല്ല, എന്തോ കാണിക്കുന്നേ? പാവത്തിനായിട്ടങ്ങ് മെച്ചൂരിറ്റി ഉണ്ടോന്ന്? 40-45 വയസ്സെങ്ങണ്ടായില്ലേ? ആ വ്യക്തിയോട് എന്നിട്ട് ചോദിക്കോ മെച്ചൂരിറ്റി ഉണ്ടോന്ന്? എന്തോന്നാ ചേച്ചി കാണിക്കുന്ന? ചേച്ചി ചുമ്മാ ഒന്നാമത് നാറി മൊത്തത്തിൽ. അവിടെ എങ്ങാനും ഒന്ന് വന്നിരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിക്കാൻ ആ പാവം നോക്കുന്നത്. അപ്പത്തേക്ക് പിന്നെ കുത്തി ചെല്ലും ആ പാവത്തിന്റെ അടുക്ക്. പിന്നെ ജിൻഡോ ചേട്ടന്റെ ഒരു കേസ് പറയുന്നു, അത് ആ തുടക്കത്തിലുണ്ടായിരുന്നു കേട്ടോ ഇന്റർവ്യൂന്റെ. ഞാൻ വെക്കാൻ ഇത് തന്നെ ഇപ്പം കുറെ നീളമെന്ന് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ. അപ്പൊ ഞാൻ മൊത്തത്തിൽ വെക്കാൻ പോയി കഴിഞ്ഞാൽ സീനായി പോടാ. ആദ്യത്തെ കുറച്ച് സാധനമൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്, മറ്റേ ജിൻഡോ ചേട്ടന്റെ കയ്യേലെങ്ങാണ്ട് 3-4 സിജോ ആയിട്ടുള്ള എന്തോ ഒരു ചൊറിച്ചില. ആ ചൊറിച്ചിലിന് ശേഷം സിജോ എങ്ങാണ്ട് ഇവിടെ എങ്ങാണ്ട് വന്ന് മാന്തിയെന്നാ. അതിനുശേഷം കയ്യേലെങ്ങാണ്ട് പിടിച്ച് തള്ളി. എന്നിട്ട് ജിൻഡോ ചേട്ടൻ അതും പറഞ്ഞ് ജിൻഡോ ചേട്ടൻ കയ്യെങ്ങാണ്ട് മാന്തി പൊടിച്ച് കയ്യിലൊക്കെ നീരായി. ഇങ്ങനെ ഒരു കഥ അത് പറയുന്നുണ്ട്. ഇത് ഞാൻ സത്യം പറഞ്ഞു, ഇത് ആദ്യം കണ്ട് നടന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് എത്ര ആദ്യത്തെ എങ്ങാണ്ട വന്ന് 2-ാമത്തെ 3-ാമത്തെ ദിവസത്തെയോ അതിനി അല്ലെങ്കിൽ പോയി ഒന്ന് ഇരുന്ന് നോക്കണം എന്താണ് ആ എപ്പിസോഡിനകത്ത് ഇങ്ങനത്തെ വല്ല സീനൊക്കെ ഉണ്ടോന്ന്. ഇവൻ ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ടാണ് വരുന്നത്. ഇവൻ ഇതൊക്കെ പഴയതൊക്കെ പൊക്കിയെടുത്തോണ്ട് വരാൻ നേരത്തേക്ക് ഇവനോടെ കാണിക്കുന്ന മറ്റേ കള്ളം പിടിച്ചു പോകുന്നൊന്നും അറിയുന്നില്ല അണ്ണൻ.
അല്ല അങ്ങനെ എന്തെങ്കിലും ജിൻഡോ ചേട്ടൻ തന്നെ മറ്റേ കൈയൊക്കെ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അത് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന് പുള്ളിയുടെ ഗെയിം, പുള്ളി സ്വന്തമായിട്ട് കൈ മുറിച്ചിട്ട് നേരെ എന്റെ രാജ്യത്തോട്ട് വെച്ചു കൊടുത്തു, അങ്ങനെ വേണമെങ്കിൽ എടുത്തോ ഗെയിമായിട്ട്. അതല്ലെങ്കിൽ സിജോ ചെയ്തതാണെങ്കിൽ സിജോയെ ഫേവർ ചെയ്ത് അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് വിട്ട് കളയും. അത് ഇത്രയായി, പരിപാടിയും കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നീ ആദ്യമേ പറയണമായിരുന്നു റോക്കി, നീ എന്താ ഇത് പറയാഞ്ഞത്? നീ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പറയണമായിരുന്നു. ഇല്ലെങ്കിൽ ആ സമയത്തെ മറ്റേ പരിപാടി എന്താ സൺഡേ സാറ്റർഡേ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് നീ എണീറ്റ് എന്ന് പറയാമായിരുന്നു, ലാലേട്ടാ അവൻ സ്വന്തമായി മുറിച്ചതാണ് കൈ, എന്താ നീ പറയാഞ്ഞത്? അപ്പൊ നിന്റെ വായിക്കാത്ത മറ്റേ പഴവും പഴവും പാലും ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നോ കൂട്ടുകാരാ? അല്ല, അറിയാൻ പാടില്ല. ചുമ്മാ വന്നിരുന്ന് ബാക്കി കഴിഞ്ഞാല് ഞാൻ ഈ കപ്പ് 110% ഈ കപ്പും കൊണ്ട് ഞാൻ വരോളായിരുന്നു. അത് എനിക്ക് അതിന്റെ കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആണ്. പക്ഷെ അതാണ് ആക്സിഡന്റ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ആക്സിഡന്റ് സംഭവിച്ചതാ. ഞാൻ റോക്കി അടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാമിലെ കണ്ടന്റ് എന്ന് പറയുന്നത് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഒരാളടുത്ത് നമ്മൾ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്, കരാട്ടെ പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. സെൽഫ് ഡിഫൻസിന് അവിടെ ആരും റോക്കി എല്ലാരും കണ്ടോണ്ടിരുന്ന ജോയാണ്. താങ്കളെ ആരാണ് അവിടെ കുത്തിക്കേറി പിടിച്ചോ? ഞാൻ പറഞ്ഞുതരാം, ഓട്ടോ റിഫ്ലക്ഷൻ എന്നൊരു സംഭവം ഉണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ചുമ്മാ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ അവിടെ സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനത് ചോദിക്കട്ടെ. ഞാൻ മനഃപൂർവ്വം ഈ പെണ്ണുമ്പിള്ള സത്യം പറഞ്ഞ എന്തിനാ നിങ്ങൾ ഇവരെ പിടിച്ചിരുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. ആ രണ്ട് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ട് അവര് മിണ്ടുമ്പത്തേക്ക് ഇവര് സമ്മതിക്കുന്നില്ല. എന്ത് പെണ്ണുമ്പിള്ള നിങ്ങള്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഇൻട്രോട്ട് നിങ്ങൾ മിണ്ടായിരിക്കാൻ. പിന്നെ എന്തിനാ അവരെന്താ പൊട്ടന്മാരോ പ്രതിമകളോ അവിടെ പിടിച്ചിരുത്തിയിട്ട്? അവർക്കൊന്നും പറയാൻ പാടില്ല അല്ലേ? നിങ്ങൾക്ക് ഒപ്പോസായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് പ്രശ്നം. ഇത് ഭയങ്കര, ഇത് ഈ ഒരു ചാനൽ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇവരെ പോലെ സ്ത്രീ പരിപാടി കാണിക്കുമ്പോൾ അത് വന്നിരിക്കുന്ന ഗസ്റ്റിനെ ആണെങ്കിൽ ഓക്കെ, അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മറ്റെന്താ അവരെ ചോദ്യം ചെയ്യാം, അത് ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല അതിനകത്ത്. അതിനൊരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ അത് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കൂടെ വന്നിരിക്കുന്ന രണ്ടുപേരെ ഈ വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന അവരുടെ സ്വഭാവം ഉണ്ടല്ലോ, ദാറ്റ്സ് നോട്ട് ഫെയർ മാൻ, ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഫെയർ. അവർ ചോദിച്ച പ്രോപ്പർ ആയിട്ടുള്ള കാര്യം ഞാൻ ആദ്യമേ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. റോക്കി എന്ന് പറയുന്ന വ്യക്തി അന്നൊരു തെറ്റ് കാണിച്ചു. അതിനകത്ത് അവൻ മാത്രമല്ല, റോക്കി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് വേറൊരാളും കൂടെ ഇൻക്ലൂഡഡ് അതിനകത്ത്. എന്നിട്ട് അയാൾക്ക് ശരീരത്തിന് ഒരു പാർട്സിന് അയാളുടെ മോന്തടിച്ച് പൊളിഞ്ഞുകൊണ്ട് മാത്രം എല്ലാവർക്കും അയാളെ ഭയങ്കര കാര്യമായി, അവൻ നല്ലവനായി, അത്രേ ഉള്ളൂ. സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെയും തെറ്റുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തമാശ രീതിയിലൂടെ ആണെങ്കിലും ഞാൻ കാര്യം പറഞ്ഞില്ലേ. എന്തിനാ അവന്റെ ദേഹത്ത് പോയി തൊട്ടു? അവൻ പിടിച്ച് ചാമ്പി വിട്ടു. മേടിച്ചാൽ മതി, അതുകൊണ്ട് അത് മേടിച്ചങ്ങ് ഇരുന്നു, അത്രേ പറയാനുള്ളൂ അതിനകത്ത്. അതിന് ഇവരും വന്നിട്ട് മറ്റേ സാധനമാണ് ചെയ്യുന്നത്. ഇവർക്ക് എനിക്കറിയാൻ പാടില്ല. ഹേ സ്ത്രീയെ, അങ്ങനെ ഞാൻ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് തലയുണ്ടോ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? നിങ്ങളുടെ തല ഇത് ചോദിക്കുന്നുണ്ട്, ഈ ഇന്റർവ്യൂ തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ദേഹത്ത് വന്ന ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ചെയ്യത്തില്ലേന്ന്. ഇപ്പൊ അറിയാവുന്ന ഒരാളാണെങ്കിൽ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. അറിയാത്ത ഒരാൾ ഇപ്പം വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, 15ാമത്തെ ദിവസമല്ല ഈ പരിപാടി നടക്കുന്നത്. എന്തിനാണ് ഞാനാണെങ്കിലും എനിക്കിപ്പോ ഒരു വീട്ടിൽ ഞാൻ പോയി നിൽക്കും, ഒരു 10-15 ദിവസം ആയിട്ടുണ്ട്. എന്റെ ഇടയ്ക്ക് ആ വീട്ടിൽ ഒരുത്തം വന്നിട്ട് ചുമ്മാ വന്നിട്ട് എന്റെ താടിയെ തട്ടിട്ട് എന്താടാ ഇടിക്കടാ, ഞാൻ വെച്ചു കൊടുക്കും മോനെ. അത്രേ ഉള്ളൂ. ചുമ്മാ നമ്മുടെ സ്പേസിൽ വന്നിട്ട് നമ്മളെ തെറി പറയാന്ന് വിചാരിച്ചു, നമ്മൾ തിരിച്ച് തെറിയേ പറയത്തുള്ളൂ, പോയി ഇടിക്കാൻ പോകത്തില്ല. കാരണം എന്തിനാ ഒരുത്തം നമ്മളെ തെറി പറയാ, നല്ല കാനച്ച തെറി പറഞ്ഞ് വിട്ടോളുക മോനെ, ഇത്രേ പറയത്തുള്ളൂ. ചുമ്മാ വന്ന് ദേഹത്ത് പറഞ്ഞാൽ ഇടിക്കണമെന്നൊക്കെ പറഞ്ഞോണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മള്? അത്ര ആ വ്യക്തി അവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതൊരു സ്പേസ് ആണ് അവിടെ. ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ആണ് അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാനത് വിട്ടിട്ടല്ല പറയുന്നത്, അവിടെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു മനുഷ്യനാണ് ഈ വ്യക്തി, അയാളുടെ കയ്യിൽ നിന്ന് ഒരു ലിമിറ്റ്, ഒരു ടൈമിൽ പോയി ചെയ്തു, മനസ്സിലായില്ലേ? എന്ന് വെച്ചിട്ട് അവൻ അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. അവന്റെ കയ്യിലുള്ള കള്ളത്തരമാണ് ഞാൻ ആദ്യമേ പൊളിച്ച് കയ്യിൽ തന്നത്. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാത്തിനും അവന്റെ നെഞ്ചത്ത് കയറി ചുമ്മാ പൊങ്കാല ഇടാൻ എന്നെ കിട്ടത്തില്ല. ഇപ്പൊ അവിടെ ഇരിക്കുന്നവർ തന്നെയാണല്ലോ പറയുന്നത്, അല്ലേ? അപ്പത്തേക്ക് ആ ചേച്ചിയുടെ പരിപാടി ഞാൻ പറയുന്നത്, ആ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന മാത്രം അവിടെ നടന്നാൽ മതി. അതാണോ ആ ചാനൽ? എനിക്ക് അറിയാൻ പാടില്ല. ഈ ചേച്ചിയും നമ്മുടെ റോഹനും കൂടെ മറ്റേ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കുള്ള ഒരു ഡിബേറ്റ് പോലൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ജാസ്മിനെയാണ് ഇഷ്ടം. ആയിക്കോട്ടെ, ചേച്ചിയുടെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. എന്ന് വെച്ചിട്ട് അവിടെ വന്നിരിക്കുന്നവരെ അതും നിങ്ങളെ പോലെ ഇരിക്കുന്ന രണ്ട് VJs
അവരെ മറ്റേ വൃത്തികെട്ട പരിപാടിയിലേക്ക് നിങ്ങൾ വലിച്ചിടരുത്. അവരോട് മിണ്ടായിരിക്കാൻ പറയുക. പിന്നെ എന്തിനാ അവരെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ, എന്തിനാ അവരെ ഇരുത്തിയിരിക്കുന്നത്? പറഞ്ഞ് വീട്ടിൽ വിടാം, അവരെ വീട്ടിൽ പോയിരിക്കട്ടെ. ബാക്കി ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ആക്ച്വലി റോക്കി ബിഗ് ബോസ് ഇന്ന് പുറത്തായത്? ബിഗ് ബോസിന് പുറത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എല്ലാത്തിലും അല്ലേ. അവരെ റൂൾ ഞാൻ വയലേറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ പുറത്തായി. അത് മാത്രമാണ്, അത്ര മാത്രമേ ഉള്ളൂ. അവർ റൂളിന്റെ ഫസ്റ്റ് റൂളാണ് ആരെയും അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യലോ. ഫിസിക്കൽ അസോൾട്ട് ചെയ്തും സമ്മതിച്ചല്ലോ. റൂളാണ്. സമ്മതിച്ചു. അറിയാതെ ഞാൻ അറിയാതെയാണ് ചെയ്തത്. സ്ത്രീയെ ഫിസിക്കൽ അസോൾട്ട് അറിയാതെ ചെയ്യുന്ന ഒരാളെ നമുക്ക് ഇപ്പൊ അറിഞ്ഞുകൊണ്ട് പോയി ഇരിക്കാം. ആ ഷോ കണ്ട എല്ലാവർക്കും അറിയാം. നിങ്ങളത് കാണാതെ വന്നിരുന്ന് ഈ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഷോ കണ്ട എല്ലാവർക്കും അറിയാം. ഇവൻ പോയി അങ്ങോട്ട് ചൊറഞ്ഞോണ്ടിരുന്ന് പിടിച്ചിരിച്ചു വിട്ടു. ഫിസിക്കൽ അസോൾട്ട് അറിയാതെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി ഒരു നിമിഷം. ഇത് നമ്മൾ ആയതായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് വയ്യ ഇനി സമയങ്ങളാണ് നിങ്ങളെ വെറുപ്പിക്കാനായിട്ട്. ഇവരെ എന്താ വെച്ചാൽ നിങ്ങൾ പറയാം. എനിക്ക് വയ്യ ഇവരോട് സംസാരിക്കാൻ, എനിക്ക് ഇവരെ പറ്റി പറയാൻ വയ്യ. ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞു. എന്റെ ഒരു ഗോളിലൂടെ, അതായത് നമുക്ക് ശരി, ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം അത് ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ നിങ്ങൾ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ദുഷ്പേരോട് പുറത്താക്കപ്പെട്ടു. അതിന് കാരണക്കാരനായ സിജോയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? സിജോയോട് ദേഷ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ സത്യം പറയണോ കള്ളം പറയണോ? സത്യസന്ധമായി പറയൂ, കള്ളം പറയണ്ട. പൊതുവെ നിങ്ങൾ കള്ളങ്ങൾ പറയുന്നു, പൊങ്ങച്ചം പറയുന്നു എന്നൊരു പേര് ദോഷം നിങ്ങൾക്കുണ്ട്. ഞാൻ എന്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് പിന്നെ ഈ പൊങ്ങച്ചൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലടോ. ഞാൻ ഒരു വേറെ ഒരു 0.1% പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, അത് വേണ്ട, അത് വിട്ടോളാം. അത് വിട്ടോളാം. അല്ല, ഇങ്ങനത്തെ ചോദ്യം ഒരാളെ വിളിച്ചിരുത്തി ചോദിക്കുന്നത് നമ്മളോട് പറയാമെങ്കിൽ, നമ്മളോട് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ മോശപ്പെട്ട വാക്കിലൂടെ ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു മോശം വാക്ക് ചോദിച്ചിട്ടില്ല. പ്രതികരണശേഷിയുള്ള ആ ഈ ഒരു മനുഷ്യനാണ്. പ്രതികരണശേഷി ഞാൻ പേടിച്ചാണ് ഇരിക്കുന്നത്, ഒരു ക്യാപ്റ്റൻ ഇരിക്കുന്നത്. നല്ല പ്രതികരണശേഷിയാണെന്ന് അറിയാൻ എനിക്ക്. ഞാൻ ശരിക്കും പേടിച്ചേ ഇരിക്കുന്നത്. ഒരു ചെവി പൊത്തി തന്നെ ഞാനിവിടെ ഓരോ മൊമെന്റ് ചോദ്യങ്ങൾ ചോദിക്കും, പേടിച്ചേ ഇരിക്കണേ. ഓക്കെ, ഞാൻ നിങ്ങൾ നിൽക്കൂ, ഞാനൊരു സെഗ്മെന്റ് ചെയ്യുമല്ലേ. ചേച്ചിക്ക് ആദ്യം തൊട്ട് പൊളിയുന്നുണ്ട്. ആ പിള്ളേരിടയ്ക്ക് കയറി ഓരോന്ന് പറയുമ്പോഴത്തേക്ക് റോക്കി വന്ന് സപ്പോർട്ട് ചെയ്ത പറഞ്ഞാൽ ചേച്ചിക്ക് പൊളിയുന്നുണ്ട്. ലാസ്റ്റ് നല്ല കരത്തിൽ ഞാനിത് തീർത്തോണ്ടോ, നിങ്ങൾ മിണ്ടായിരിക്കൂ. ഹൗ കുഡ് എ പേഴ്സൺ ബി ലൈക്ക് ദിസ്? എനിക്ക് ഞാനതാ നിങ്ങളോട് ആദ്യമേ ചോദിച്ചു. എന്നോട് തോന്നരുത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിന് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള വിവരക്കേടുകളെ വിളിച്ചിരുത്താതിരിക്കുക. അവരെന്തും പറഞ്ഞോട്ടെ, അവരെന്തും ചെയ്തോട്ടെ. അവരുടെ കൂടെ ഇരിക്കുന്ന ആങ്കേഴ്സിനെ ഇങ്ങനെ ഒരു വില കൊടുക്കാത്തൊരു സ്ത്രീയെ എങ്ങനെ നിങ്ങൾക്ക് അവിടെ വെച്ചോണ്ടിരിക്കാൻ തോന്നുന്നു? എന്റെ ചോദ്യം അതാണ്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അവർക്ക് തന്നെ, കാരണം റോക്കിയോട് ചോദിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണത്? സിജോയെ ഇടിച്ചതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ ഒരു പോർഷനൊക്കെ നിങ്ങൾക്ക് എന്തിനാ വെച്ചതെന്നറിയോ? റോക്കിയെ താങ്ങാൻ വേണ്ടിയിട്ടല്ല. റോക്കിയെ നമുക്ക് താങ്ങാം, അത് വേറെ. പക്ഷെ ഇത് അവിടെ ഇരിക്കുന്ന ഇന്റർവ്യൂവർ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടിയിരിക്കുന്നവർക്ക് പോലും പൊളിയുന്നു. അതും കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാ. ബാക്കി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ബിഗ് ബോസ് എന്ന ഷോയുമായി ബന്ധപ്പെട്ട സിബിൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശക്തമായ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതെന്താണ്? അത് ആക്ച്വലി എനിക്കത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയല്ലോ. ഞാൻ ഇറങ്ങിയിട്ട് ഈ പുറത്തുള്ള എനിക്ക് ഇത്ര സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, കുറേ ആൾക്കാരുടെ മോനെ അങ്ങനെ എന്തിനാണ് നീ ചെയ്തത്, നമ്മളെല്ലാവരും നിന്നെ ഇഷ്ടം. നിങ്ങൾക്ക് സത്യം നെഞ്ചി കൈ വെച്ച് പറയാൻ പറ്റുമോ? മീൻസ് ഞാൻ ആ ഷോയിലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ പ്രേക്ഷകരും എന്റർടൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? 100% എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. 16 ദിവസം അവിടെ ആരെ അടിക്കും ഇപ്പൊ അടിപൊട്ടുന്ന രീതിയിലാണ് ഞാൻ സത്യത്തിൽ ആ ഷോ കണ്ടത്. ആരെ അടിക്കത്തില്ലോ. അപ്പൊ നിങ്ങൾ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. മാക്കാൻ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ടെൻഷനാണ് ഇങ്ങനൊരു ഷോ വന്ന് ഇയാൾ എന്ത് കാണിക്കുന്നത്? ടെൻഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെയാ നിൽക്കുന്നത്. കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല അല്ലെ? ആ ഒരൊറ്റ സാധനം. ബാക്കി പറഞ്ഞ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ബാക്കി എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം ചേച്ചി പറഞ്ഞ് ഇങ്ങനെ ലിമിറ്റ് അതല്ല. അതിന് മുന്നേ എന്തോ ഒരു ചേച്ചി ഞാൻ മെയിനായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് അങ്ങ് പോയി. അയ്യോ എന്തുവായിരുന്നു ആ ടെൻഷൻ. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ടെൻഷൻ അടിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടു. ഇവൻ ഇടിക്കാൻ പോകുന്ന ചേച്ചി മറ്റേ ടെൻഷൻ കയറിയാണല്ലോ കാണുന്നത്. ചേച്ചി അടുത്ത ദിവസം ഈ ടെൻഷന്റെ പുറത്ത് ചേച്ചി ഇരുന്ന് കാണും എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. എടോ ഞാനൊരു കാര്യം പറയട്ടെ, അതാണ് ഈ ഒരു ചാനലിന്റെ ഒരു വിജയം. അതാണ് ഈ ഒരു ചാനലിന്റെ എന്താണ് ആ ഒരു സാധനം വിറ്റാണ് ഇവര് മാർക്കറ്റിംഗ് നടത്തുന്നത്. മാർക്കറ്റിംഗ് ആ ഒരു സാധനമാണ് അവർ വിൽക്കുന്നത്. സോ അതാണ് ഈ ഒരു ഷോ കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അതാണ് ടെൻഷൻ അടിച്ച് അടുത്ത ദിവസം നീ പോയിരുന്ന് കാണണം. മനസ്സിലായില്ലേ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ നമ്മുടെ ലാസ്റ്റ് നീ
ഈ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഈ ചേച്ചിയുടെ പേരെന്താ? സാരിക ചേച്ചിയോട് ഞാനൊരു കാര്യം ചോദിച്ചത്. സാരിക ചേച്ചി മറ്റേ നമ്മുടെ ജാസ്മിൻ കൊച്ചിന്റെ ഭയങ്കര ഫാൻ ആണല്ലോ. അപ്പൊ റോക്കി ബായ് ഇങ്ങനെ ഇടിക്കാൻ പോകുന്നതൊക്കെയാണ് ചേച്ചിക്ക് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം, കൊച്ചു പിള്ളേരെ കാണിക്കാൻ പറ്റാത്ത കാര്യം. ഇത്രയും നാള് നിങ്ങളുടെ മറ്റേ കൂട്ടുകാരെ, നിങ്ങളുടെ മറ്റേ ഫാൻ ആ ചേച്ചിയും ആ ചേച്ചിയുടെ കൂട്ടുകാർ അവരൊന്നും കാണിച്ചൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ പിള്ളേരെ കാണിക്കാം അല്ലെ? ചേച്ചി അങ്ങനെയാണെങ്കിൽ ഇനിയും ചേച്ചി എന്നൊരു കാര്യം ചെയ്യും. ചേച്ചി ഇപ്പൊ ഈ ഒരു ബിഗ് ബോസ് സീസണിന്റെ എപ്പിസോഡ്സ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ കാണും. ചേച്ചിക്ക് പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയുടെ പരിചയത്തിലുള്ള പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് ചേച്ചി ഈ സാധനമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. റോക്കി ബായ് ഇടിച്ചാൽ കാണിക്കണ്ട, ബാക്കി അതിന് മുമ്പുള്ള അതിന് ശേഷമുള്ള കുറെ പരിപാടികളുണ്ടല്ലോ അതൊക്കെ ചേച്ചി ഒന്ന് കാണിച്ചു കൊടുക്ക്. ലാസ്റ്റത്തെ ഈ ഒരു 5 ദിവസം ഉണ്ടായിരുന്നതും അതൊക്കെ ഒന്ന് ചേച്ചി കാണിച്ചു കൊടുക്കും. പറ്റുമോ ചേച്ചിക്ക്? അല്ല ചേച്ചിക്ക് പറ്റുമോ? അങ്ങ് ഇരുന്ന് മെഴുകാൻ നിൽക്കരുത് കേട്ടല്ലോ. ഇവിടെ നമ്മളിരുന്ന് പിടിക്കും കാര്യം, നമ്മൾ ചോദിക്കും കുറെ ചോദ്യങ്ങൾ. ചേച്ചിക്ക് മാത്രമല്ല, ചേച്ചിക്ക് മാത്രമേ ഇവിടെ ചോദിക്കാവൂ എന്നൊന്നും എഴുതി ആരും തന്നിട്ടില്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കണം. അവിടെ ഇരുന്ന പിള്ളേർക്കും ചോദിക്കാം. അപ്പൊ അവരുടെ ചോദ്യങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരുടെ വാ നിങ്ങൾക്ക് പൊത്തിക്കാം. പക്ഷെ എല്ലാവരുടെയും വാ അങ്ങനെ പൊത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കല്ലേ ചേച്ചി, കേട്ടോ? ബാക്കി മലയാള ബിഗ് ബോസ് സീസൺ 6 കപ്പ് അർഹതയുള്ള കരങ്ങളിലേക്കാണ് എത്തിച്ചേർന്നെന്ന് വിശ്വസിക്കുന്നു. Why? I'm really disappointed. You are disappointed. Yeah, really disappointed. ആരെയാണ് കപ്പ് ഡിസേർവ് ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താ മാനഹാനിപ്പെട്ട് വേദനപ്പെട്ട് വെക്കപ്പെട്ട് അപമാനപ്പെട്ട് ഓരോ ദിവസവും പല പല രീതിയിലുള്ള മൈൻഡ് ഇട്ട് കളിച്ച് അവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഈ അതായത് റോക്കി പോയതിന് ശേഷം ഈ ഷോ കൊണ്ടുപോയത് ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ്. ഞാൻ അംഗീകരിക്കും. ഓക്കെ, സോ ജാസ്മിന് മിനിമം നിങ്ങൾ ഫസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ജാസ്മിൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ജാസ്മിനെ തടഞ്ഞത്? കാര്യം ആ ഷോയില് എനിക്കത് അറിഞ്ഞൂടെ, എനിക്ക് അത് ആലോചിച്ചിട്ട് പിടിയിട്ടെ. കാര്യം എനിക്ക് തോന്നുന്നു ജാസ്മിൻ സെക്കൻഡ് വരുമായിരുന്നു ഉറപ്പായിട്ടും. പക്ഷെ എങ്കിലും ഞാൻ ഫസ്റ്റ് കിട്ടിയ ആളിനെ ഒട്ടും അംഗീകരിക്കുന്നില്ല കേട്ടോ. അത് ജിൻഡോയ്ക്ക് കഴിവില്ലെന്നാണോ പറയുന്നത്? ജിൻഡോ ഭാഗ്യത്തിന്റെ പേരിൽ അതോ വോട്ടിന്റെ പേരിൽ മാത്രം കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്? ഞാൻ കണ്ട 16 ദിവസത്തെ ജിൻഡോ എങ്ങനെ കപ്പെടുത്തുന്നത് എനിക്ക് ഊഹിക്കാനേ പറ്റുന്നില്ല. കാര്യം ഞാൻ നോമിനേറ്റ് ചെയ്ത ആള് ജിൻഡോയാണ്. ജിൻഡോ വഴിതെറ്റി വന്ന ഒരാളിനെ പോലെയാണ് എനിക്ക് അവിടെ തോന്നിയില്ല. പബ്ബപ്പാട്ട് പരക്കം പായുന്ന ഒരാള്. റോക്കി ബായ് വഴിതെറ്റി അങ്ങോട്ട് ചെന്ന ആള് താങ്കളാണ്. അതുകൊണ്ടാണ് 16 ദിവസം കഴിഞ്ഞപ്പോ താങ്കളെങ്കിൽ പോകുന്നത്. മനസ്സിലായി? താങ്കളെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നല്ല. താങ്കളെ ചൊറിഞ്ഞു, താങ്കൾ ഇടിച്ചു. നമ്മളാണെങ്കിലും പുറത്ത് നമ്മളത് ചെയ്യും. പക്ഷെ അതൊരു ഗെയിമാണ്. താങ്കൾ 6 വർഷം കാത്തിരുന്നിട്ട് അവൾ ഉണ്ടാക്കാൻ പോയെന്നല്ലേ പറഞ്ഞേ. ആ സാധനം അടക്കം ചിന്തിച്ചാണെങ്കിൽ ചിലപ്പോ ഇടിക്കത്തില്ലായിരുന്നായിരിക്കും അണ്ണ. മനസ്സിലായില്ലേ? അവൻ ചൊറിഞ്ഞടക്കം മറ്റേ ചൊറിഞ്ഞു കൊടുത്തേനെ. അത്രേ ഉള്ളൂ. ഇതത്രേ ഉള്ളൂ. അണ്ണൻ 6 വർഷത്തെ കഷ്ടപ്പാട് അണ്ണൻ കളഞ്ഞു. 16 ദിവസം കൊണ്ട് അണ്ണനൊന്നും കണ്ടു കാണത്തില്ല ജിൻഡോ ചേട്ടന്റെ. ആദ്യത്തെ കുറെ ദിവസങ്ങൾ എനിക്കും വലിയ താല്പര്യമില്ലായിരുന്ന ഒരാൾ തന്നെയായിരുന്നു ജിൻഡോ ചേട്ടൻ. കാരണം സ്ത്രീകളോട് മോശമായിട്ടുള്ള പെരുമാറ്റം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറെ കാര്യങ്ങൾ കണ്ടെണ്ണ. അതുകൊണ്ടാണ് പുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും പുള്ളിക്ക് വോട്ട് കുത്തിയതും വോട്ടടിച്ചു കൊടുത്തതും ഫോൺ വഴി, ഹോട്ട്സ്റ്റാർ വഴി. കേട്ടോ അണ്ണൻ അതൊന്നും അറിഞ്ഞ് കാണത്തില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ശാരിക മാഡത്തിനൊരു ചിരിയൊക്കെ, ശാരിക മാഡം മുഖമൊക്കെ അങ്ങ് തുടുത്തങ്ങ് മാറി. എന്താണെന്നറിയാവോ? ശാരിക മാഡത്തിന്റെ സൂപ്പർ സ്റ്റാറിനെ ഒന്ന് പൊക്കിക്കൊടുത്തു നമ്മുടെ റോക്കി ബായ്. ജാസ്മിൻ ഒരു സെക്കൻഡെങ്കിലും കൊടുക്കാമായിരുന്നു. ജാസ്മിൻ ഫൈറ്റർ. ഞാൻ അവിടെ പറഞ്ഞൊരു കേസുണ്ട്. റോക്കി പോയതിന് ശേഷം ജാസ്മിനാണ് കണ്ടന്റ്, ജാസ്മിനാണ് അവിടുത്തെ സർവൈവർ. ജാസ്മിൻ കണ്ടന്റ് തന്നു റോക്കി ബായ് തന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ജനങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? അവളെ എടുത്ത് ഉടുക്കാൻ ജനങ്ങൾക്ക് ആ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. റോക്കി ബായ് ഈ 6 വർഷം കൊണ്ട് താങ്കൾ എന്താണ് ചരച്ചത് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അത്ര വലിയ മറ്റേ ബിഗ് ബോസ് എല്ലാ സീസണിൽ ഇരുന്ന് കണ്ട വ്യക്തിയൊന്നുമല്ല. പക്ഷെ കഴിഞ്ഞ സീസൺ ഞാനിപ്പോ ഇരുന്ന് കുറച്ച് കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ബിഗ് ബോസ്. മലയാളത്തിലെ കേട്ടോ, ഹിന്ദിയിലൊക്കെ അങ്ങ് പോകും, അത് അങ്ങോട്ടൊന്നും പോണ്ട. മലയാളത്തിലെ അതാണ് സാധനം. അപ്പൊ അതിനകത്ത് കിടന്ന് മറ്റേ ഇപ്പൊ ഈ കാണിച്ച കണക്കുള്ള കുൽസിതം പ്രവൃത്തികളും മോന്തടിച്ചു പൊടിക്കുന്ന പരിപാടിയൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. മഞ്ഞമായിട്ടിരുന്നാ മതി, പരിപാടി നടക്കും. അണ്ണൻ അത് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് പോണമായിരുന്നാണ്. അണ്ണന് പറ്റിപ്പോയതാ. തീർന്ന അണ്ണന്റെ കാര്യം ഇനിയൊന്നും പറയണ്ട. ഇനി അധികമൊന്നും ഇല്ലണ്ണ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസം കൂടെ ഒക്കെ അണ്ണനെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഹായ് റോക്കി ബായ് എന്നൊക്കെ വിളിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ണ ഒരു വിലയില്ല കേട്ടാ. അതുകൊണ്ട് എന്തെങ്കിലും അടുത്ത പരിപാടി തട്ടിക്കൂട്ട്, ഇല്ലെങ്കിൽ നടക്കേണ.
അപ്പൊ ഇതൊക്കെ കൂടുതലും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇവിടെ വെച്ച് നമ്മുടെ ശാരിക മാഡത്തിന്റെ മനസ്സ് റോക്കി ബായിലേക്ക് അലിഞ്ഞു ചേർന്നു. കാരണം ശാരിക മാഡത്തിന്റെ ഇഷ്ടതാരത്തെ റോക്കി ബായി ഒന്ന് പൊക്കിയതിനു ശേഷം ശാരിക മാഡം ഒന്ന് അടങ്ങുന്നുണ്ട്. നമ്മളത് കണ്ടല്ലോ, ഒന്ന് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി കാണും. അപ്പം അല്ല, ബുദ്ധിയുള്ളവർക്കല്ല കേട്ടോ, ഇച്ചിരി മണ്ട ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ. ബുദ്ധിയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ബുദ്ധിയുള്ളവർ ഭയങ്കരമായിട്ടുള്ള ചിന്തയിലൊക്കെ പോയി വൻ സാധനങ്ങളായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങോട്ടും നമ്മൾ പാവപ്പെട്ടവരാണ്. അപ്പം സംഗതി അത്രേ ഉള്ളൂ. അപ്പോ ബൈയുടെ ശരി. ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യാട്ടോ എല്ലാവരും. ഒന്ന് സബ്സ്ക്രൈബ്, ഈ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട് ചില വീഡിയോ ഒക്കെ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ശാരിക മാഡത്തിന്റെ ഇന്റർവ്യൂ? അതുപോലെ തന്നെ റോക്കി ബായ് പൊള്ളിയായിരുന്നോ? റോക്കി ബായിയുടെ പഞ്ചിനെ പറ്റി ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.